ഇത്രേ ഉള്ളൂ. മാർബിൾ പറയുമ്പോൾ നാച്ചുറലാണ്, ഗ്രാനൈറ്റ് പറയുമ്പോൾ നാച്ചുറലാണ്. ഇതൊരു ടൈലാണ്. പക്ഷെ വിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫീല് വേറെ തന്നെയാണ്. ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കജാരിയുടെ വിട്രോനൈറ്റ് എന്ന് പറയുന്ന സീരീസിനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. 15mm തിക്നെസ് ഉള്ള ഈ സീരീസ് നമ്മൾ മാർബിളിനെയും ഗ്രാനൈറ്റിനും ഒക്കെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഇപ്പോൾ കസ്റ്റമേഴ്സ് കാണുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ സീരീസിനെ പറ്റി നമുക്ക് ജയനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കജാരിയുടെ വിട്രോണൈറ്റ് 15mm സ്ലാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ വരുന്നത് മെയിൻലി മാർബിൾ ഓർ ഗ്രാനൈറ്റ് ആയിട്ടാണ്. അതിൽ 6-4 സൈസിലുണ്ട്, 80-240 സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. 6-4 സൈസസ് കൂടുതലും മാർബിൾ ഡിസൈനിനോടാണ് കമ്പാരിസൺ വരുന്നത്. 80-240 ഗ്രാനൈറ്റിനോട് അല്ലെങ്കിൽ കോഡ്സിനോടാണ് കമ്പാരിസൺ. ഇതിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന 6-4 ടൈലുകൾ എന്ന് പറഞ്ഞാൽ 9mm തിക്നെസ് ആണ് ഉണ്ടാവുക. ഇത് 15mm തിക്നെസ് വിത്ത് കളർ ബോഡിയിലാണ് വരുന്നത്. കളർ ബോഡി എന്ന് പറയുമ്പോൾ ഏത് ഡിസൈൻ ആണോ നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അതിനോട് അനുബന്ധപ്പെട്ടുള്ള കളേഴ്സിലായിരിക്കും ഇതിന്റെ ടൈല് മേക്ക് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് സ്റ്റെപ്സിലേക്ക് ഗ്രാനൈറ്റിന് വേറുള്ള ഓപ്ഷൻസ് വരുമ്പോൾ അതും ഇതേപോലെ തന്നെ സർഫസിലുള്ള കളർ ഏതാണോ അതിനോടനുബന്ധപ്പെട്ടുള്ള കളർ പോലും. അതുകൊണ്ടുള്ള കസ്റ്റമർക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കത് അല്ല, നമ്മളിപ്പോ ഒരു മാർബിൾ എടുക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞ 15mm തിക്നെസ്സിലെ ടൈല് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ GVT ആണെങ്കിൽ ഈ സിറ്റ് ഔട്ട് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വരുമ്പോൾ ഈ കളർ ഓപ്ഷൻ ഈ എഡ്ജിലോട്ട് വരുന്ന കളേഴ്സിന്റെ പ്രശ്നങ്ങൾ വരാം. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഫുൾ ബോഡിയിലും ആ കളറിന്റെ കൺസിസ്റ്റൻസി ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാർബിളിനെ ഒരു കമ്പയർ ചെയ്യുന്ന വെച്ചാൽ ഒരു ഇറ്റാലിയൻ മാർബിൾ, ഒരു നല്ല ഇറ്റാലിയൻ മാർബിൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 400 എബോ ആണ് വരുന്നത്, സ്ക്വയർ ഫീറ്റിന് വരുന്നത്. അതിൽ കൂടി തന്നെ ഇത് എടുക്കുന്ന സമയത്ത് 200 ബിലോ 200 ആണ് ഇത് വരുന്നത്. അപ്പൊ തന്നെ വ്യത്യാസം വന്നു. പിന്നെ ഇതിന്റെ ലേയിങ് കോസ്റ്റ്, ടൈൽസ് ലേ ചെയ്യുന്നതും മാർബിൾ ലേ ചെയ്യുന്നതും നമ്മളുടെ വ്യത്യാസം ഇതേപോലെ തന്നെയാണ്, നേരെ ഇരട്ടിയിലാണ് പോകുന്നത്. പിന്നെ അതെ, ഇത് പോളിഷ് ചെയ്ത് വരുന്നതുകൊണ്ട് പിന്നെ ഇതിന്റെ പോളിഷിങ്ങിന് ആവശ്യമില്ല. പക്ഷെ മാർബിൾ ഇട്ട് പോളിഷ് ചെയ്യുമ്പോൾ അതുകൂടി കോസ്റ്റ്. ഒരു നോർമൽ കസ്റ്റമർക്ക് ഇറ്റാലിയൻ ഡിസൈൻസ് വേണം, തിക്നെസ് അതുപോലെ വേണം, മാർബിളിന്റെ ഒരു വേണമെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കജാരിയുടെ വിട്രോണൈറ്റ് 15mm സ്ലാബ്സ്. അത് വെറൈറ്റി ഓഫ് ഡിസൈൻസും വെറൈറ്റീസ് ഓഫ് സർഫസസും അവൈലബിൾ ആണ്. അതായത് ഗ്ലോസി, മാറ്റ്, ഇറ്റാലിയൻ ഹോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മാർബിളിന്റെ സെയിം ഫിനിഷ് ആണ്. പിന്നെ റോക്കർ ഫിനിഷ് ഉണ്ട്, ഡിജി മാറ്റ് ഫിനിഷസ് ഉണ്ട്. അത് സെയിം ഡിസൈൻ തന്നെ കേട്ടോ. അതായത് നമുക്ക് ഒരേ സംഭവം തന്നെ ഈ 2 സർഫസിലും അല്ലെങ്കിൽ 3 സർഫസിലും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു അഡ്വാൻറ്റേജ് ആണ്. കമ്പാരിസൺ മാർബിൾ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇത് വളരെ കസ്റ്റമർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതിലിപ്പോ 80-240 നമ്മൾ പറഞ്ഞത് കൂടുതലും യൂസ് ചെയ്യുന്നത് കിച്ചന്റെ കൗണ്ടർ ടോപ്പ്. അതിൽ തന്നെ ഇപ്പൊ നമ്മൾ ഗ്രാനൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാനൈറ്റിന്റെ ഡ്രോബാക്ക് ഇത്രയും ഡിസൈൻസ് കിട്ടില്ല, വളരെ കുറവാണ് ഗ്രാനൈറ്റിനകത്ത് ഡിസൈൻസ്. പക്ഷെ ഇതിനകത്ത് കളേഴ്സ് തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേ ചെയ്തല്ല, ഒരുപാട് ഡിസൈൻസ് നമുക്ക് പുതിയത് മാറ്റിലും വന്നിട്ടുണ്ട്. മാറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ആർക്കിടെക്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിസൈനർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫിനിഷസ് വേറെ ഉണ്ട്, ഒരു നോർമൽ ആൾക്കാർക്ക് വേണ്ട ഡിസൈൻസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ആ ഒരു കോസ്റ്റ് ആണ് ഇതിന്റെ മെയിൻ. അതായത് ആ ഒരു ഫീല് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ലാബിന്റെ പ്രത്യേകത. നമ്മളിപ്പോ ഒരുപാട് കമ്പനികൾക്ക് ചിലപ്പോൾ ഇത് ഉണ്ടായിരിക്കാം, പക്ഷെ കജാരിയാണ് ഇത് നന്നായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. മുമ്പ് ഇറങ്ങിയിട്ടുള്ളതെല്ലാം ഫെയിലിയർ ആയിരുന്നു, പക്ഷെ കജാരിയിലാണ് ഇത് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. ഈ സ്ലാബ്സ് പോലും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പലരും നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ടാലേ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ശരിക്കും ഗ്രാനൈറ്റ് ആണെന്ന് വിചാരിച്ചു. കാരണം സെയിം ഡിസൈൻ നമ്മള് അത് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് എന്നല്ലേ ഇപ്പൊ പറയുന്നത് അല്ലെ, ആ ഗ്രാനൈറ്റിന്റെ സെയിം ഫീലാണ്. കണ്ടപ്പോ ഗ്രാനൈറ്റ് ആണെന്ന് വിചാരിച്ചത്, പക്ഷെ ഇത് കജാരിയുടെ വിട്രോനൈറ്റിലുള്ളതാണ്. തുടക്കത്തിൽ പറഞ്ഞു നമ്മള് സ്റ്റെപ്സിലേക്ക് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അപ്പൊ നമ്മളൊരു ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു 350-400 രൂപ വരെ നല്ല പ്യുവർ ബ്ലാക്ക്, കമ്പം ബ്ലാക്ക് എന്നൊക്കെ നല്ല ഗ്രാനൈറ്റ് എടുക്കണം. ഇത് 200 രൂപ താഴെ ഉള്ളൂ. വിരിച്ചു കഴിഞ്ഞാൽ കളർ ഫേഡിങ് വരില്ല. അപ്പൊ ഗ്രാനൈറ്റ് വെയിൽ കൊണ്ടാ കളർ ഫേഡിങ് വരും എന്ന് പറയുന്നത്, പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ കളർ ഫേഡിങ്ങോ കാര്യങ്ങളോ ഇല്ല. അത് ഒരു ഡിസൈനിലല്ല, ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, വൈറ്റ് വരെ നമുക്ക്. ഇത് കണ്ടാൽ ശരിക്കും ഗ്രാനൈറ്റ് ആണ്. അതെ അതെ, ഇത് ഇപ്പൊ ടൈൽസിന്റെ സെക്ഷനിൽ അല്ലാതെ പുറത്ത് വെച്ചത് ഗ്രാനൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം ഒരു കളർ ഫേഡും ഇല്ല, കാര്യങ്ങളും ഇല്ല. ഇത്രേ ഉള്ളൂ. മാർബിൾ പറയുമ്പോൾ നാച്ചുറലാണ്, ഗ്രാനൈറ്റ് പറയുമ്പോൾ നാച്ചുറലാണ്. ഇതൊരു ടൈലാണ്. പക്ഷെ വിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫീല് വേറെ തന്നെയാണ്. അല്ലെങ്കിലും നമ്മള് വീടിന്റെ ഒരു എസ്തെറ്റിക്സ് ആണല്ലോ മെയിൻ ആയിട്ട് നോക്കുന്നത്. മെയിൻലി കോസ്റ്റ് എഫക്റ്റീവ്, നല്ല കളേഴ്സ്, ഇഷ്ടപ്പെട്ട കളേഴ്സ്, ഇതെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്.
പിന്നെ മറ്റുള്ള ടൈലിനെ പോലെയല്ല തിക്നെസ്സും ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതലാണ്. തിക്നെസ് മാർബിളിന്റെയും ഗ്രാനൈറ്റിന്റെ എന്തുകൊണ്ടും നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. ടൈൽസിലേക്ക് നന്നായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു തിക്നെസ്, ഈ ഒരു ഡിസൈൻ, ഈ ഒരു ക്വാളിറ്റിയിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ കജാരിയുടെ വിട്രോനൈറ്റ് സീരീസ് നിങ്ങൾ പലരും ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഗ്രാനൈറ്റും അല്ലെങ്കിൽ മാർബിളിനൊക്കെ റീപ്ലേസ്മെന്റ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോർ കളക്ഷൻസിന്റെ പട്ടാമ്പിയിലും ഒറ്റപ്പാലത്തുള്ള ഷോറൂമുമായി നിങ്ങൾ ബന്ധപ്പെടുക. താങ്ക് യു.